വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ സംസാരിക്കേണ്ട ഒരുപാട് ടോപ്പിക്സ് വന്നു. ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ബട്ട് ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഓരോ അപ്ഡേറ്റ് ആയിട്ട് മിസ് ചെയ്യാതെ നമുക്ക് സംസാരിക്കാം. ഇതുവരെയും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. മേ ബി കുറച്ച് പേരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എൻ്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ എത്തിക്കാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. സോറി. ഇനി മുതൽ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഓരോ അപ്ഡേറ്റ് ആയിട്ട് കാണാം. വെനസ്വേലയിലെ പ്രസിഡന്റിനെ അമേരിക്ക അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെനസ്വേലയിൽ കയറി ഇങ്ങനെ ഒരാളെ പിടികൂടിയത് ഇപ്പോൾ വലിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ നിരവധി ചെയിൻ റിയാക്ഷൻസും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണമെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിന് ശക്തമായ പ്രതിഷേധങ്ങളും അപലപനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമായല്ല. ഇതിനു മുൻപ് പല രാജ്യങ്ങളിലും അമേരിക്ക ഇങ്ങനെ ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനകീയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുക, അവിടെയുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിൽ CIA ഇടപെടുന്നത്, സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്. പക്ഷേ വെനസ്വേലയിലെ സംഭവം മറ്റ് രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങളെക്കാൾ വളരെ കൂടുതൽ പ്രാധാന്യമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇത് അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നം മാത്രം അല്ല. ലോകത്തിൻ്റെ ഓയിൽ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് മാർക്കറ്റ് വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതിനാൽ ഇതിന് പിന്നിലുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. വെനസ്വേലയിലെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നല്ലവനാണോ മോശക്കാരനാണോ, ആ രാജ്യത്തിൽ ഏകാധിപത്യം നടനാണോ, ഇതൊക്കെ ഒരു വശത്ത് നീക്കി വയ്ക്കാം. ആദ്യം ചോദിക്കേണ്ടത്, ഒരു രാജ്യത്തിനുള്ളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനുള്ള അധികാരം ആർക്കാണ്? ആ അധികാരം അവർക്ക് എന്തിനാണ് ഉണ്ടായിരിക്കേണ്ടത്? ഈ ചോദ്യം വ്യക്തമായി ചോദിച്ചാൽ ഏത് രാജ്യത്തിൽ പ്രശ്നം ഉണ്ടായാലും അമേരിക്ക തന്നെയാണ് ലോക പോലീസ് എന്ന നിലയിൽ ഇടപെടുന്നത് എന്ന് എല്ലാവരും പറയുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷെ ഇതിനു വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ, UN പോലുള്ള നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ രൂപീകരിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ എല്ലാ സംഘടനകളും ഒടുവിൽ അമേരിക്ക പറയുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിഷയത്തിൽ അമേരിക്ക തന്നെ ഇടപെടും എന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ ഇതേ കാര്യം മറ്റേതെങ്കിലും രാജ്യം ചെയ്താൽ അതിനെതിരെ അമേരിക്ക തന്നെ ഇടപെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. നാളെ പാകിസ്ഥാനിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കരുതുക. പാകിസ്ഥാനെ ഞാൻ മോചിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ അവിടേക്ക് കടന്നാൽ അന്ന് ഇതേ അമേരിക്ക തന്നെ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കും. സത്യത്തിൽ ഇന്ത്യ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തായ്വാനെ മോചിപ്പിക്കാൻ പോകുന്നു, അവിടുത്തെ സർക്കാർ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചൈന ഏതെങ്കിലും കുറ്റാരോപണം ചുമത്തി അകത്ത് കടന്നാൽ ഇതേ അമേരിക്ക അതിനെ ശക്തമായി എതിർക്കും. ഐക്യരാഷ്ട്രസഭയും അതിനെ എതിർക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സർവ്വദേശീയ ചട്ടങ്ങൾക്കും എതിരായാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ അവസാനം വിശദീകരിക്കാം. അല്ലെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. മദുരയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ന്യൂയോർക്ക് കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. അവിടെ അദ്ദേഹത്തിനെതിരെ വിചാരണ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിന് പുറത്തുള്ള കോടതിയിൽ ഹാജരാക്കാൻ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കുറ്റാരോപണം ഉണ്ടായാലും അതിനുള്ള അന്താരാഷ്ട്ര നിയമപരമായ അനുവാദമുണ്ടോ? ഇതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. അങ്ങനെ അനുവദിക്കുന്ന ഒരു നിയമവും നിലവിലില്ല. ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി, അതായത് ഒരു നിയമപരമായ സംരക്ഷണമുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര കോടതികളും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ അമേരിക്ക പറയുന്നത് എന്താണെന്ന് നോക്കുക. ഈ വ്യക്തിയെ ഞങ്ങൾ ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രസിഡന്റായി കാണുന്നില്ല. തിരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടത്തിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ വെനസ്വേല പ്രസിഡന്റ് എന്ന പദവിക്ക് അദ്ദേഹം ഒരിക്കലും യോഗ്യനല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു എന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന്. ഇതുകൂടാതെ വെനസ്വേലയിലെ പ്രസിഡന്റിനെ പിടിച്ചു തരുന്നവർക്ക് $15 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അമേരിക്ക പറയുന്നു. അവരുടെ ഒരു വാദം ഇതാണ്, ഞങ്ങളുടെ രാജ്യത്ത് കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയാലും പ്രശ്നമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള പൂർണ്ണ അധികാരം ഞങ്ങൾക്കുണ്ട്. വിചാരണ നടക്കുന്ന ദിവസം അദ്ദേഹത്തെ ഹാജരാക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിന്റെ പരമാധികാരം
ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനുള്ള അധികാരം അതാത് രാജ്യത്തെ ആശ്രയിച്ചുള്ളതാണ്. ഇതേ വെനിസ്വേല അമേരിക്കയുടെ അടുപ്പക്കാരനായ ഒരു രാജ്യമായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇന്നിവർക്കുണ്ടാകുമായിരുന്നില്ല. മദുരോ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തിയോ ഇല്ലയോ, അതിന് പിന്നിലെ ആഭ്യന്തര രാഷ്ട്രീയം എന്താണോ, ഇതൊന്നും അമേരിക്കയ്ക്ക് വലിയ പ്രശ്നം ഇല്ല. ഇവിടെ അമേരിക്കയ്ക്ക് പ്രധാനപ്പെട്ട ഒരേയൊരു ലക്ഷ്യം മാത്രമാണുള്ളത്: വെനിസ്വേലയിലെ എണ്ണശേഖരം, ഓയിൽ റിസർവ്സ്. ഇത് ഞാൻ മുൻപ് നിരവധി വീഡിയോസിൽ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ചുരുക്കി ഞാനൊരു നോട്ട് പോലെ പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഏതൊക്കെയായിരിക്കും? സൗദി അറേബ്യ, ദുബായ് അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ. അതിലും ഉപരി ചിന്തിച്ചാൽ ഇറാൻ അല്ലെങ്കിൽ റഷ്യ. സാധാരണയായി എല്ലാവരുടെയും ചിന്ത ഈ ഒരു വട്ടത്തിനുള്ളിലായിരിക്കും. പക്ഷേ ഇന്നത്തെ നിലവിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് കണക്കാക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം വെനിസ്വേലയാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ മാത്രം ഏകദേശം 330 ബില്യൺ ബാരൽ അധികം എണ്ണശേഖരം വെനിസ്വേലയിലുണ്ട്. അതുമാത്രമല്ല 1.4 ബില്യൺ മെട്രിക് ടണ്ണിലധികം ഗോൾഡും റെയർ എർത്ത് മിനറൽസും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവയും ആ മുഴുവൻ രാജ്യത്തിലുടനീളം അല്ല. വെനിസ്വേലയുടെ മൊത്തം വിസ്തീർണം ഏകദേശം 9 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ അതിലെ വെറും 30% പ്രദേശത്തിനുള്ളിൽ ഏകദേശം 2.7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മാത്രം ഇത്രയധികം വലിയ സമ്പത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ കണ്ണിൽ പെടാതെ പോകുമോ? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിട്ട് ഞാൻ അവിടെ ഡെമോക്രസി കൊണ്ടുവരാൻ പോകുന്നു, അവിടുത്തെ ജനങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇടപെടുന്ന അമേരിക്കയുടെ കാൽ കീഴിൽ തന്നെ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അവരത് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിടില്ല. ഇപ്പോൾ വെനിസ്വേലയിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഇതിന് തുടർച്ചയാണ്. മദുരോ നല്ലവനാണോ മോശക്കാരനാണോ എന്ന ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം മോശക്കാരനാണെന്ന് തോന്നുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉണ്ടായേനെ. പക്ഷേ അവിടെ അങ്ങനെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം നടക്കാത്ത സാഹചര്യത്തിൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു രാജ്യത്തിനുള്ളിൽ കടന്ന് അവിടുത്തെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം അമേരിക്കയ്ക്കുണ്ടെങ്കിൽ ഇത് നാളെ ഏത് രാജ്യത്തിനും ഒരു ഭീഷണിയായി തന്നെ മാറും. ഇപ്പോൾ ഇന്ത്യക്ക് അണവായുധങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇതേപോലൊരു പ്രശ്നം ഇന്ത്യയിലും അമേരിക്ക സൃഷ്ടിച്ചേനെ. ശരി, ഈ സംഭവം നടന്നു കഴിഞ്ഞു. ഇതിനോട് ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതിനു മുൻപ് അമേരിക്ക ഇങ്ങനെ ചെയ്തപ്പോൾ മറ്റു രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? അതിന്റെ ഫലം എന്തായിരുന്നു? ഇതെല്ലാം ഇനി നമുക്കറിയാം. ആദ്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം വെനിസ്വേല അവർക്ക് ഏറ്റവും അടുത്ത സഖ്യരാജ്യങ്ങളിൽ ഒന്നാണ്. റഷ്യ പറഞ്ഞത് എന്തെന്നാൽ അമേരിക്കൻ സർക്കാർ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചിരിക്കുന്നുവെന്നാണ്. ഒരു രാജ്യത്തിനുള്ളിൽ കയറി ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പിടികൂടുമ്പോൾ അവിടെയുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ എല്ലാ രാജ്യങ്ങളും നാളെ ഇതേ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനുള്ള വഴി നിങ്ങൾ തന്നെയാണ് തുറന്നു തന്നത്. ഇങ്ങനെ അമേരിക്കയ്ക്കെതിരെ റഷ്യ നേരിട്ട് കുറ്റാരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഉത്തര കൊറിയ രംഗത്തെത്തി. ഉത്തര കൊറിയയുടെ വിദേശകാര്യ നേതാവ് പറഞ്ഞത് ഇതാണ്: അമേരിക്ക ചെയ്ത നടപടി ഒരിക്കലും അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ചെയ്ത കാര്യമല്ല. അമേരിക്കയുടെ ഈ നടപടി ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഇതേ കാര്യം അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് എതിരെ ചെയ്യാൻ ശ്രമിച്ചാൽ നാം എല്ലാവരും ഒരുമിച്ച് അമേരിക്കയെ എതിർക്കണം എന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത് ചൈന പ്രതികരിച്ചു. ചൈന വെനിസ്വേലയിൽ വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള രാജ്യമാണ്. ഇപ്പോൾ ചൈന പറയുന്നതെന്നാൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളുടെ സ്വാധീനം വെനിസ്വേലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക ഈ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരായ നടപടിയാണ്. ഈ വിഷയത്തെ ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കും. അമേരിക്ക ഇതിന് നിർബന്ധമായും മറുപടി പറയേണ്ടി വരും. ഇങ്ങനെയാണ് ചൈന വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ മെക്സിക്കോ, കൊളംബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളും ഈ അറസ്റ്റിനെതിരെ പരസ്യമായി പ്രതികരിച്ചു. രാജ്യങ്ങളെല്ലാം വിശദമായി പറയുകയാണെങ്കിൽ ഏകദേശം 45-ലധികം രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവയെല്ലാം ഓരോന്നായി പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ലിസ്റ്റ് തന്നെയാകും. അതുകൊണ്ട് ചുരുക്കി പറയാം, ഏകദേശം എല്ലാ രാജ്യങ്ങളും തന്നെ ഈ അറസ്റ്റിനെ എതിർത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ചില പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മെക്സിക്കോ, കൊളംബിയ, ക്യൂബ, ഫ്രാൻസ്, സ്പെയിൻ, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക, ഐക്യരാഷ്ട്രസഭ, വത്തിക്കാൻ, ഇന്ത്യ എന്നിവരൊക്കെ ഇതിനെതിരെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ശ്രദ്ധേയമായി കാണാതിരുന്ന രാജ്യങ്ങൾ ഏതെന്ന് നോക്കിയാൽ ഉക്രൈനും ഇസ്രായേലും മാത്രമാണ്. ഈ 2 രാജ്യങ്ങളാണ് അമേരിക്കയുടെ നടപടിയെ പിന്തുണച്ച് സംസാരിച്ചത്. ഇതിൽ ഇസ്രായേലിനെ പോലും ഒരു പരിധിവരെ മനസ്സിലാക്കാവുന്നതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തെന്നാൽ മദുരോ ഒരു തീവ്രവാദിയാണ്. ലോകത്തിലെ തീവ്രവാദത്തെ നേരിടുന്ന പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അമേരിക്ക അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമായ നടപടിയാണ്.
ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെലൻസ്കിയുടെ അടുത്ത പ്രധാനപ്പെട്ട അധികാരിയായ ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പറഞ്ഞത് എന്തെന്നാൽ, മദുരോയുടെ സർക്കാർ ഇനി ഈ സ്ഥാനത്ത് തുടരാനുള്ള ലെജിറ്റിമസി, അതായത് ഭരണാധികാരം എന്ന വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവർക്കുള്ള അധികാരം അംഗീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്ക ചെയ്തത് ശരിയായ നടപടിയാണ്. അമേരിക്കയുടെ തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമാണ് മനസ്സിലാകാത്തത്. സെലൻസ്കിയുടെ സ്വന്തം രാജ്യമായ ഉക്രൈൻ തന്നെ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും കൂടുതൽ അഴിമതി നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഏത് ഡാറ്റ വേണമെങ്കിലും എടുത്തു നോക്കാം. ഈ സത്യം തെളിഞ്ഞു കാണാൻ കഴിയും. ഇതുവരെ യൂറോപ്യൻ യൂണിയൻ ഉക്രൈന് അംഗത്വം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമാണ്. കാരണം യൂറോപ്യൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യമായി ഇന്ന് ഉക്രൈൻ തന്നെ കണക്കാക്കപ്പെടുന്നു. ഇതേ വാദമാണ് പുടിൻ ആവർത്തിച്ചു പറഞ്ഞത്. സെലൻസ്കി ഒരു കാലാവധി കഴിഞ്ഞ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇനി ഭരണാധികാരം ഇല്ല. ഇങ്ങനെ ഇരിക്കെ ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു കോഴി KFCയുടെ വാതിലിന് മുന്നിൽ വന്ന് നിന്ന് KFCക്കായി പരസ്യം ചെയ്തൊരു കഥ പോലെയാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇതൊരു പരിഹാസത്തിനായി പറയുന്നതല്ല. ഇതേ കാര്യങ്ങൾ റഷ്യ ചെയ്താൽ അവർക്കെതിരെ കടുത്ത വിമർശനങ്ങളും ശിക്ഷകളും ഏർപ്പെടുത്തുന്നു. നിങ്ങൾ സത്യത്തിൽ റഷ്യയുടെ അധിനിവേശത്തെ എതിർക്കുന്നവരാണെങ്കിൽ, റഷ്യയുടെ ഭരണത്തെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നവരാണെങ്കിൽ, അപ്പോൾ അമേരിക്ക ഇതേ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അവരെ പിന്തുണയ്ക്കരുതായിരുന്നു. പക്ഷെ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് ഇവിടെ ഒരു വലിയ തെറ്റായ തീരുമാനമായി കണക്കാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, യൂറോപ്യൻ ലീഗിലുള്ള പല രാജ്യങ്ങളും ഈ നടപടി എതിർത്തിട്ടുണ്ട്. എന്നിട്ടും അമേരിക്ക ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന അഭിപ്രായം ശക്തമായി ഉയരുന്നു. ഒരു ഘട്ടത്തിന് ശേഷം ബ്രിട്ടൻ പോലുള്ള രാജ്യം പോലും ഈ ആക്രമണത്തിനും നടപടിക്കും ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് തുറന്നു പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അമേരിക്ക ചെയ്തത് ഒരു തെറ്റായ നടപടി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്നാൽ അതിന് പിന്നിലെ പണം, പിന്നിലെ വമ്പൻ ഗോൾഡ്, ഓയിൽ റിസർവ് ഇവയെല്ലാം ഈ വിഷയത്തിൽ ലോകത്തിന്റെ വായടപ്പിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നേരിട്ട് പറഞ്ഞാൽ വെനസ്വേലയിലെ ഓയിൽ റിസർവുകൾ അമേരിക്കൻ കമ്പനികൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ റോഡ്രിഗസ് വൈസ് പ്രസിഡന്റായി തുടരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ സുപ്രീം കോടതി അദ്ദേഹത്തെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇതൊരു നന്നായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഗെയിം തന്നെയാണെന്ന് വ്യക്തമാകുന്നുണ്ട്. പണം എനിക്ക്, പദവി നിനക്ക് എന്ന ഫോർമുലയിലാണ് വെനസ്വേലയുടെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത് ഇതാദ്യമായല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമേരിക്ക ഒരു രാജ്യത്തെ ലക്ഷ്യമിടുന്ന നിമിഷം ആദ്യം അവിടെ ഒരു ജനകീയ കലാപം പൊട്ടിപ്പുറപ്പെടും. ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇറാൻ ഇറാഖ് ചരിത്രത്തിൽ തുടങ്ങി 2014 ഉക്രൈനിൽ നടന്ന വിപ്ലവം വരെ CIA ഇടപെടാതെ നടന്ന ഒരു വലിയ പ്രക്ഷോഭം ഇതുവരെ അപൂർവമാണ്. CIA ഇടപെടലില്ലാത്ത ഒരു രാജ്യം പോലും ഇല്ല എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ്. ഒരു രാജ്യത്ത് തങ്ങൾക്ക് അനുകൂലമായ സർക്കാർ ഇല്ലെങ്കിൽ അത് നീക്കം ചെയ്യാൻ അമേരിക്ക ഏത് ദൂരം വരെയും പോകും. അമേരിക്ക അറസ്റ്റ് ചെയ്ത ചില പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രം നോക്കിയാൽ പ്രത്യേകിച്ചൊരു 4 പേരുകൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത്തേത് മാനുവൽ നൊരിയേഗ. 1989 പനാമ കനാലിന് ഭീഷണിയുണ്ടെന്ന പേരിൽ ഇതേ രീതിയിൽ ഇടപെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തേത് സദ്ദാം ഹുസൈൻ. ആദ്യം ഉപരോധം, തുടർന്ന് നോ ഫ്ലൈ സോൺ, അവസാനം ഫുൾ സ്കെയിൽ ഇൻവേഷൻ നടത്തി അദ്ദേഹത്തെ പുറത്താക്കി. മൂന്നാമത്തേത് സെർബിയയിലെ സ്ലോബോഡൻ മിലോഷെവിച്ച്. അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. അധികാരത്തിൽ നിന്നും പുറത്തായതിനു ശേഷം അറസ്റ്റ് ചെയ്തു. നാലാമത്തേത് മുഅൻവർ ഗദ്ദാഫി. ലിബിയയിൽ നേരിട്ട് സൈനിക ആക്രമണം നടത്തി. ഒടുവിൽ അവിടുത്തെ കലാപ സംഘങ്ങൾ അദ്ദേഹത്തെ കൊല്ലുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഒരു കേസിനും ഇപ്പോൾ വെനസ്വേലയിൽ നടന്ന സംഭവത്തിനും വലിയ വ്യത്യാസമുണ്ട്. വെനസ്വേലയിലെ വിഭവങ്ങൾ പൂർണ്ണമായും കൈവശപ്പെടുത്തണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയും അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രസിഡന്റിനെ മാത്രം നീക്കം ചെയ്ത് ആ രാജ്യത്തെ നേരിട്ട് നിയന്ത്രണത്തിലേക്ക് എടുത്തത്. ഇതിനൊരു ഫുൾ സ്കെയിൽ യുദ്ധമാക്കി മാറ്റിയിരുന്നെങ്കിൽ അവിടെ അനവധി ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ പ്രതികൂല ഇമേജായി മാറുമായിരുന്നു. ഇത് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അകത്ത് കടന്നാൽ അതിന്റെ ആഗോള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് അമേരിക്കയ്ക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് എല്ലാ കണക്കുകളും കൂട്ടിച്ചേർത്ത് ഇതൊരു ലിമിറ്റഡ് ഓപ്പറേഷനായി നടപ്പിലാക്കിയത്. ഇതിന്റെ അടുത്ത ഘട്ടമായി കൊളംബിയയും ലക്ഷ്യമിടാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൊളംബിയയെക്കുറിച്ച് അമേരിക്കയ്ക്കുള്ളതൊരു സാധാരണമായ ശ്രദ്ധയല്ല. താഴെ കിടക്കുന്ന തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അമേരിക്കയ്ക്ക് പ്രശ്നമായി തോന്നുന്ന രാജ്യങ്ങളെ എല്ലാം ഒന്ന് ചുറ്റുനോക്കിയാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ
ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അതായത് മോണ്ടോ ഡോക്ട്രിൻ. ഈ ഡോക്ട്രിൻ പ്രകാരം ഈ പ്രദേശത്ത് അമേരിക്കയ്ക്കെതിരായി ഏതൊരു ശക്തിയും വളരാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇപ്പോൾ ഈ സംഭവത്തിലൂടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈന വെനസ്വേലയിലേക്ക് ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപം നടത്തിയ സമയത്താണ് ഈ ആക്രമണം നടന്നത്. ചൈനയുടെ ആഗോള ആധിപത്യത്തിന് എതിരായി ഈ ഒരു ഒറ്റ നീക്കത്തിലൂടെ അമേരിക്ക ഒരു വലിയ ചെക്ക് പോയിന്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം അകത്ത് കടന്ന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഏതു രാജ്യത്തിനും ഇല്ല. നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ച് ആക്രമിക്കുന്നത് വേറൊരു കാര്യം. പക്ഷേ ഇവൻ എൻ്റെ രാജ്യത്ത് കുറ്റവാളിയാണ് എന്ന് പ്രഖ്യാപിച്ച് ഇങ്ങനെ ഒരു രഹസ്യമായ ഓപ്പറേഷനിലൂടെ ഒരാളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുകയാണെങ്കിൽ നാളെ ഓരോ രാജ്യവും ഇതേ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി ഇതിങ്ങനെ അമേരിക്കയിൽ മാത്രം ഒതുങ്ങില്ല. മൊസാദ് പോലുള്ള ഏജൻസികൾ ഉൾപ്പെടെ ലോകത്തിലുള്ള എല്ലാ ഇന്റലിജൻസ് യൂണിറ്റുകളും അസാസിനേഷൻ ഒഴിവാക്കി ആളുകളെ നേരിട്ട് പിടിച്ചുകൊണ്ടുപോകാനുള്ള ഒരു വഴിയായി ഇത് മാറും. അങ്ങനെ വന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യങ്ങളുടെ പരമാധികാരവും പൂർണ്ണമായും അർത്ഥം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കായിരിക്കും ഈ ലോകം പോവുക. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.